ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ഒരു വിൽപത്രം എങ്ങനെ എഴുതാം? ഫോമാറ്റ്, സാക്ഷികൾ, രജിസ്ട്രേഷൻ. മിക്ക ആളുകളും കരുതുന്നതിലും എളുപ്പമാണ് ഒരു വിൽപത്രം തയ്യാറാക്കാൻ. നിങ്ങൾക്ക് നിയമപരമായ ഭാഷാ പരിജ്ഞാനമോ ഭീമമായ ചെലവോ സർക്കാർ ഓഫീസിലേക്കുള്ള യാത്രയോ ഒന്നും ആവശ്യമില്ല ഒരു വിൽപത്രം തയ്യാറാക്കാൻ. ഇന്ത്യയിൽ സാധുതയുള്ള ഒരു വിൽപത്രം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോ വിശദമായി വിവരിക്കുന്നു. ആർക്കൊക്കെ വിൽപത്രം എഴുതാം? 2 സാക്ഷികൾ എന്ന നിയമം, നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യണമോ, അത് എങ്ങനെ സാധുവായി നിലനിർത്താം, നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ എങ്ങനെ ആർക്കൊക്കെ വിതരണം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്ന നിയമപരമായ ഒരു രേഖയാണ് വിൽപത്രം. 1925 ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രായപൂർത്തിയായ, അതായത് 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും ഒരു വിൽപത്രം എഴുതാം. ഒരു വിൽപത്രം ടെസ്റ്റമെന്റ് എന്ന് പറയും. എഴുതുക വഴി നിങ്ങളുടെ വീട്, സമ്പാദ്യങ്ങൾ, ഭൂമി, ആഭരണങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവ ആർക്കാണ് നൽകേണ്ടത് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് തീരുമാനിക്കാം. വിൽപത്രം എഴുതുന്ന വ്യക്തിയെ ടെസ്റ്റേറ്റർ എന്നാണ് വിളിക്കുക. സാധുവായ ഒരു വിൽപത്രം എഴുതാൻ നിങ്ങളുടെ ഉടമസ്ഥാവകാശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് ആർക്കൊക്കെ നൽകണമെന്ന് സ്വതന്ത്രമായി തീരുമാനിക്കുകയും വേണം. വഞ്ചന, നിർബന്ധം അല്ലെങ്കിൽ അനാവശ്യ സ്വാധീനം എന്നിവയ്ക്ക് കീഴിൽ നടത്തുന്ന ഒരു വിൽപത്രത്തെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ സാധുവായൊരു വിൽപത്രം എങ്ങനെ എഴുതാം? 1925 ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ സെക്ഷൻ 63 ആണ് വിൽപത്രം സാധുവാക്കുന്ന നിയമം. നിങ്ങൾക്ക് ഒരു സാധാരണ പേപ്പറിൽ ലളിതമായ ഭാഷയിൽ പ്രത്യേക ഫോമാറ്റ് ഒന്നുമില്ലാതെ തന്നെ ഒരു വിൽപത്രം എഴുതാം. വിൽപത്രം എഴുതുന്ന വ്യക്തി 2 സാക്ഷികൾക്ക് മുൻപാകെ അത് ഒപ്പിടുകയും ഈ സാക്ഷികൾ അത് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുകയും വേണം. വിൽപത്രത്തിന് ഔദ്യോഗിക ഫോമാറ്റ് ഒന്നുമില്ല. പ്രധാന കാര്യം ഇനി പറയുന്ന കാര്യങ്ങൾ നിറവേറ്റിയിരിക്കണം എന്നതാണ്. 1. വ്യക്തമായി കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ പേര്, നിങ്ങൾ സുബോധമുള്ള വ്യക്തിയാണോ എന്നിവ പ്രസ്താവിക്കുക. നിങ്ങളുടെ സ്വത്തുക്കൾ എന്തൊക്കെയാണെന്നും അത് ആർക്കൊക്കെ നൽകണമെന്നും പട്ടികപ്പെടുത്തുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടറുടെ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന വ്യക്തിയുടെ പേര് നൽകുക. 2. അതിൽ സ്വയം ഒപ്പുവെക്കുക. നിങ്ങളുടെ സിഗ്നേച്ചർ ആണ് ഈ രേഖയ്ക്ക് പ്രാബല്യം നൽകുന്നത്. 3. 2 സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തണം. അതായത് 2 സാക്ഷികൾ നിങ്ങൾ സൈൻ ചെയ്യുന്നത് കാണുകയും അത് സാക്ഷ്യപ്പെടുത്തി അവർ വിൽപത്രത്തിൽ സൈൻ ചെയ്യുകയും വേണം. സെക്ഷൻ 63 പ്രകാരമുള്ള ഈ 2 സാക്ഷികളുടെ നിയമം സാധുവായ ഒരു വിൽപത്രത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇന്ത്യയിൽ ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. രജിസ്ട്രേഷൻ തികച്ചും ഓപ്ഷണലാണ്. ശരിയായി ഒപ്പിട്ടതും സാക്ഷ്യപ്പെടുത്തിയതുമായ ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും പൂർണ്ണ നിയമപരമായ പ്രാബല്യമുണ്ട്. എന്നാൽ രജിസ്ട്രേഷന് തെളിവുകളുടെ മൂല്യം വർദ്ധിപ്പിക്കാനും തർക്കത്തിനുള്ള സാധ്യത കുറയ്ക്കാനും കഴിയും. എന്നാൽ അത് ഒരിക്കലും നിർബന്ധിതമല്ല. വിൽപത്രത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാമ്പ് പേപ്പർ ആവശ്യമില്ല. പ്ലെയിൻ പേപ്പറിലും എഴുതാം. അടുത്ത ചോദ്യം, ഒരു വിൽപത്രം എഴുതിയതിനു ശേഷം അത് മാറ്റാനോ റദ്ദാക്കാനോ കഴിയുമോ? തീർച്ചയായും കഴിയും. നിങ്ങളുടെ ജീവിതകാലത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് സുബോധമുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ വിൽപത്രം എപ്പോൾ വേണമെങ്കിലും മാറ്റാനോ റദ്ദാക്കാനോ കഴിയും. മാറ്റങ്ങൾ വരുത്തുന്നതിന് 2 പൊതുവഴികളുണ്ട്. ഒരു കോഡിസിൽ, അതായത് നിലവിലുള്ള ഒരു വിൽപത്രത്തിന്റെ ഒരു ഭാഗം ക്രമീകരിക്കുന്ന ഒരു ചെറിയ അനുബന്ധ രേഖ. ഒരു വിൽപത്രത്തിന്റെ അതേ രീതിയിൽ അത് ഒപ്പിടുകയും സാക്ഷ്യപ്പെടുത്തുകയും വേണം. 2ാമത്തെ രീതി ഒരു പുതിയ വിൽപത്രം. വലിയ മാറ്റങ്ങൾക്ക് മുൻപത്തെ എല്ലാ വിൽപത്രങ്ങളും കോഡിസിലുകളും വ്യക്തമായി റദ്ദാക്കുന്ന ഒരു പുതിയ വിൽപത്രം എഴുതുന്നത് കൂടുതൽ അഭികാമ്യമാകും. ഒരു വിൽപത്രത്തിന് സാക്ഷിയാകേണ്ടത് ആരാണ്? നിങ്ങൾ വിൽപത്രത്തിൽ ഒപ്പിടുന്നത് കണ്ട 2 സാക്ഷികൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഗുണഭോക്താവോ ഗുണഭോക്താവിൻ്റെ പങ്കാളിയോ ആകരുത്. സുബോധമുള്ള മുതിർന്ന വ്യക്തികളായിരിക്കണം. അതുപോലെ തന്നെ വിൽപത്രത്തിൻ്റെ സാധുത പരിശോധിക്കപ്പെട്ടാൽ അത് സ്ഥിരീകരിക്കാൻ അവൈലബിൾ ആകുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഒരു വിൽപത്രം യഥാർത്ഥമാണെന്നും അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുമുള്ള കോടതിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് പ്രൊബേറ്റ്. ചില കേസുകളിലും പ്രദേശങ്ങളിലും മാത്രമേ ഇത് ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് കൽക്കട്ട, മുംബൈ, ചെന്നൈ എന്നീ പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട
ചില വിൽപത്രങ്ങൾക്ക് പ്രൊബേറ്റ് ആവശ്യമായി വന്നേക്കാം. പല ദൈനംദിന കേസുകളിലും സാധുതയുള്ള ഒരു വിൽപത്രം പ്രൊബേറ്റ് ചെയ്യാതെ തന്നെ നടപ്പിലാക്കാൻ കഴിയും. ഏറ്റവും പുതിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റൂൾ അപ്ഡേറ്റ്സിനായി RBG ഇൻസൈറ്റ്സ് സന്ദർശിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് RBG ഇൻസൈറ്റ്സ്.